ஐயா வணக்கம். ആര്യയുടെ ആവലാതിയും പോലീസിന്റെ വേവലാതിയും എന്ന കളി നമ്മുടെ നാട്ടിൽ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അതായത് നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ യദുവിനിട്ട് പണിയാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അങ്ങനെ യദു തിരിച്ചൊരു പണി മേയർ ആര്യ രാജേന്ദ്രന് കൊടുത്തപ്പോൾ അതൊരു 8ന്റെ പണിയായിരിക്കും എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല. പോലീസ് തെളിവെടുക്കാനായിട്ട് മെമ്മറി കാർഡ് തപ്പി ഇറങ്ങിയപ്പോൾ മെമ്മറി കാർഡ് കാണാനില്ല, കാക്ക കൊണ്ടുപോയി എന്നാണ് ബസ്സിലെ ജീവനക്കാരടക്കം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ യദുവിനെ കൊടുക്കാനായിട്ട് പഠിച്ച പണി 18 നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ നോക്കിയായിരുന്നു. പക്ഷേ മേയർ ആര്യ രാജേന്ദ്രൻ മാത്രമല്ല, മേയറുടെ പുറകെ നമ്മുടെ എ റഹീം എം പി ഉണ്ട്. റഹീം എം പിയുടെ പുറകെ നമ്മുടെ സർക്കാരുണ്ട്. അങ്ങനെ ആ സർക്കാരിൻ്റെ പുറകെ CPM എന്ന് പറയുന്ന വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഇത്രയും വലിയ ആൾക്കാർക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് യദു ഒറ്റയ്ക്ക് നീതിയുടെ പൊൻകിരണങ്ങൾ തേടി പോരാടുന്നത്. നമ്മുടെ കമ്മികളുടെ ഭാഷയിൽ കോമഡിയാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള വിഷയം ഇവന്മാർക്കെതിരെ വരുമ്പോൾ ഇവന്മാർ അത് കോമഡി ആയിട്ട് അതിൻ്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാനായിട്ട് പ്രചരിപ്പിച്ചു തുടങ്ങും. അങ്ങനെ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ഹഷ്മി താജ് ഇബ്രാഹിമിനെ ഇപ്പോൾ വലിയ രീതിയിൽ അപഹസിക്കുന്നതാണ് ഈ നീതിയുടെ പൊൻകിരണങ്ങൾ തേടി യദുവിൻ്റെ പോരാട്ടം എന്നുള്ള ഹഷ്മിയുടെ ഇൻട്രോ വീഡിയോയിൽ നിന്നെടുത്ത ഈ വാക്കുകൾ എന്ന് പറയുന്നത്. എന്തായിരുന്നാലും അതൊക്കെ നമുക്ക് സൈഡിലോട്ട് മാറ്റി നിർത്താം. ഈ നീതിയുടെ പൊൻകിരണങ്ങൾ തേടി യദു ഇങ്ങനെ വലിയ രീതിയിൽ നീതിക്കായി അലയുമ്പോൾ ആ നീതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ കോടതി തന്നെയാണ്. മേയർ ആര്യ രാജേന്ദ്രനെതിരെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് നമ്മുടെ കേരള പോലീസിനോട് 2 ദിവസം മുമ്പാണ് എടുക്കടാ കേസ് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ഒരു ആക്രോശം നടത്തിയത്. പോലീസ് കേട്ട പാതി കേൾക്കാത്ത പാതി മേയർക്കെതിരെ FIR ഇട്ടു. യദുവിൻ്റെ ഭാഗം കേട്ടു. വലിയ രീതിയിൽ ആ FIR സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി. ഇന്നലെ മുഴുവൻ അതായിരുന്നു അതിഭീകരമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത്. ആ FIR നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? പലരും കണ്ടു കാണും. ആ FIR-ൽ എന്താണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും വായിച്ചായിരുന്നോ? പലരും വായിച്ചു കാണും. അങ്ങനെ വായിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ഞെട്ടിയായിരുന്നോ എന്ന് നമ്മുടെ മലയാളികളോട് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഞെട്ടാൻ ഞങ്ങൾക്ക് വട്ടൊന്നുമില്ല എന്നായിരിക്കും ചിലപ്പോൾ മലയാളികൾ ആ FIR കണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കാരണം സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ്, ഇവരിതൊക്കെ ചെയ്യും എന്നായിരിക്കും നമ്മുടെ മലയാളികൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ യദുവിനെ കൊടുക്കാനായിട്ട് പഠിച്ച പണി 18 നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ നോക്കി. ആദ്യം ഒരു നടിയെ ഇറക്കി നോക്കി. ആ നടിയെ ഇറക്കി മേയറെ രക്ഷിക്കാൻ നോക്കിയപ്പോൾ പിന്നെ മേയറെ നടിയെ ഒരുമിച്ച് രക്ഷിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. നടി ചിലപ്പോൾ മേയറോട് പറഞ്ഞു കാണും, നീ യദുവും കവലപ്പെട വേണ്ട, എന്നെ എപ്പിടിയാവത് കാപ്പാത്തടാ എന്ന് നടി ചിലപ്പോൾ മേയറോട് പറഞ്ഞു കാണാം. അങ്ങനെ നടിയുടെ ആ ഒരു കഥയെല്ലാം കൂടെ ചീറ്റിക്കഴിഞ്ഞപ്പോഴാണ് മേയർ ആര്യ രാജേന്ദ്രൻ യദു ഫോണിൽ നിന്ന് സംസാരിക്കുകയാണ്, ബസ്സിൽ നിന്ന് സംസാരിക്കുകയാണ്. എന്തായാലും എംപാനൽ ജീവനക്കാരനായിട്ടുള്ള യദുവിൻ്റെ ജോലി തെറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം മേയർക്ക് ഒരു ഹോബിയാണ് ആൾക്കാരുടെ ജോലി തെറിപ്പിക്കുക എന്നുള്ളത്. വഴുതക്കാട് പാസ്പോർട്ട് ഓഫീസിൽ പോയപ്പോൾ അവിടെയുള്ള ജീവനക്കാരൻ്റെ ജോലി മേയർ റോങ് സൈഡിൽ പാർക്ക് ചെയ്തു എന്നുള്ളത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ഞാൻ ആരാണെന്ന് മനസ്സിലായോടാ, എടാ ഇങ്ങോട്ട് നോക്കടാ, എടാ എന്നെ മനസ്സിലായോ എന്ന് എനിക്ക് ഓർമ്മയുണ്ടോ ഈ മുഖം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ ജീവനക്കാരൻ്റെ ജോലി തെറിപ്പിച്ച മേയറാണ് നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നത്. ആ കഥ ഒരു വേറെ കഥയാണ്. ആ കഥ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നില്ല. അതുപോലെ യദുവിൻ്റെ ജോലി തെറിപ്പിക്കാനായിട്ട് യദു 1 മണിക്കൂർ ഫോണിൽ സംസാരിച്ചാണ് ബസ് ഓടിക്കുന്നത് എന്നുള്ള വലിയ രീതിയിലുള്ള ആരോപണം കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അത് നമ്മുടെ നാട്ടുകാരൊക്കെ അംഗീകരിക്കും. ഫോണിൽ സംസാരിച്ച് ബസ് ഓടിക്കാൻ പാടില്ല, ഇത്രയും ആൾക്കാരുടെ ജീവൻ വെച്ചുള്ള കളിയല്ലേ. അതുകൊണ്ട് യദു മാത്രമല്ല, ഫോണിൽ സംസാരിക്കുന്ന സകല ഡ്രൈവർമാരെയും തൂക്കണം എന്നുള്ളൊരു ഓപ്ഷൻ നമ്മുടെ നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുകയാണ്. യദു മാത്രമല്ല, സകല KSRTC ഡ്രൈവർമാരുടെയും ഈ ഫോൺ റെക്കോർഡ് പരിശോധിക്കണം. അതായത് ജോലി സമയത്ത് ഫോൺ ഉപയോഗിക്കുന്ന ഏതെങ്കിലും KSRTC ഡ്രൈവർമാരുണ്ടോ എന്നുള്ളൊരു കാര്യം പരിശോധിക്കണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നെ KSRTCയിലെ CITU യൂണിയൻ ഉണ്ടല്ലോ, ആ CITU യൂണിയൻ്റെ തലപ്പത്ത് ഹരി എന്ന് പറയുന്ന ഒരു കമ്മി നേതാവാണ് ഇരിക്കുന്നത്. പിന്നെ ആ കമ്മി നേതാവ് പറയുന്നത് പോലെ എല്ലാവരും അനുസരിക്കും. അതുകൊണ്ടാണ് യദു ഉണ്ടായിരുന്ന ബസ്സിലെ കണ്ടക്ടറായിട്ടുള്ള ആൾ റഹീം അദ്ദേഹത്തെ വിളിച്ചതും. എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അത് സൗഹൃദ സംഭാഷണത്തിൻ്റെ പേരിൽ വിളിച്ചതാണ്, അല്ലാതെ ഒന്നിനും വേണ്ടി വിളിച്ചതല്ല എന്ന് അയാൾ പറഞ്ഞതും. അങ്ങനെയൊക്കെയാണ് ഈ കഥയുടെ മുന്നോട്ട് പോക്കെന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറയാൻ വന്നത് വേറൊന്നുമല്ല, മേയർക്കെതിരെ എന്തൊക്കെ വകുപ്പുകളാണ് FIR-ൽ ചുമത്തിയിരിക്കുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആകെപ്പാടെ 5 പ്രതികളാണ് ഈ FIR-നകത്തുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ, 5 പ്രതികൾ. ഇതിൽ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് നമ്മുടെ കുണുവാവയായിട്ടുള്ള മേയർ ആര്യ രാജേന്ദ്രനാണ്. രണ്ടാമത്തെ പ്രതിയായിട്ടുള്ളത് നമ്മുടെ മേയറുടെ ഭർത്താവായിട്ടുള്ള സൽഗുണ സമ്പന്നനും സർവോപരി മാന്യമായ ഭാഷ ഉപയോഗിക്കുന്ന സച്ചിൻ ദേവ് MLA അവർകളാണ്, അങ്ങനെ തന്നെ പറയണം. മൂന്നാമതായിട്ടുള്ളത് മേയറുടെ സഹോദരനാണ്. ഇങ്ങനെ പോകുകയാണ് ആ FIR-ന്റെ കോപ്പിയിലെ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ FIR ഒന്ന് വായിക്കാം. ആ FIR-ൽ എന്താണ് പറയുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ
ഫസ്റ്റ് ഇൻഫർമേഷൻ കണ്ടന്റ് എന്താണ് എന്ന് നമുക്കത് പരിശോധിക്കണമല്ലോ. അതാ നോക്കും. പ്രതികൾക്ക് KSRTC ഡ്രൈവറായ ആവലാതിക്കാരനെ തടഞ്ഞു വെച്ച് ചീത്ത വിളിച്ച് ടിയാനെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഇത്രാം തീയതി 22:15 അതായത് 10:15 മണിയോടെ വഞ്ചിയൂർ വില്ലേജിൽ പാളയം വാർഡിൽ പാളയം സാഫല്യം കോംപ്ലക്സിന് മുൻവശം റോഡ് സിഗ്നൽ ഭാഗത്ത് വെച്ച് 1 മുതൽ 5 വരെ പ്രതികൾ ചേർന്ന് ആവലാതിക്കാരൻ ഓടിച്ചു വന്ന ഇന്ന ബസ് നമ്പർ KSRTC ബസ്സിന് മുമ്പിൽ T സിഗ്നൽ ഭാഗത്തുള്ള സീബ്ര ലൈനിന് കുറുകെ പ്രതികൾ സഞ്ചരിച്ചു വന്ന KL01CU എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ കാർ കയറ്റിയിട്ട് 1 മുതൽ 5 വരെ പ്രതികൾ T ബസ്സിന്റെ ഡ്രൈവർ സീറ്റിന് സമീപം എത്തി ആവലാതിക്കാരിയോട് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ടിട്ടും രണ്ടാം പ്രതി ബസ്സിനുള്ളിൽ അതിക്രമിച്ച് കയറി ആവലാതിക്കാരനെയും മറ്റ് ബസ് യാത്രക്കാരനെയും അധിക്ഷേപിച്ചും രണ്ടാം പ്രതി ആവലാതിക്കാരനോട്, രണ്ടാം പ്രതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചിൻ ദേവ് MLA ആണ്. ഇത് പിണറായി സർക്കാർ ഇട്ടിരിക്കുന്ന FIR, പിണറായി പോലീസ് ഇട്ടിരിക്കുന്ന FIR-ന്റെ കോപ്പിയാണ്. അപ്പൊ രണ്ടാം പ്രതിയായിട്ടുള്ള സച്ചിൻ MLA ആവലാതിക്കാരനോട് വന്നിട്ട് പറയുന്നത് പൂമാനമേ എന്നൊരു ഡയലോഗാണ് പറയുന്നത്. എടാ ഡാഷ് മോനെ ഒതുക്കടാ ബസ് എന്നാണ് പറയുന്നത്. പോരാത്തതിന് സൈഡിലോട്ടിട് ബസ്, നിന്റെ തന്തയുടെ വകയാണോ റോഡ് എന്നാണ് നമ്മുടെ സച്ചിൻ ദേവ് എന്ന് പറയുന്ന രണ്ടാമത്തെ പ്രതി യദുവിനോട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എടാ ഡാഷ് മോനെ ഒതുക്കടാ ബസ്, നിന്റെ തന്തയുടെ വകയാണോടാ റോഡ് എന്നാണ് സച്ചിൻ ദേവ് MLA പറയുന്നതെന്ന് ഇതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി മേയർക്കെതിരെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ പ്രതികൾക്കെതിരെ എന്തൊക്കെയാണ് ഇതിനകത്ത് ചുമത്തിയിരിക്കുന്ന വകുപ്പെന്ന് നോക്കണ്ടേ. അതും ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. IPC 1860 സെക്ഷൻ 354, 447, 341, 294B, 201, സെക്ഷൻ 34 ഇവയൊക്കെയാണ് ചുമത്തിയിരിക്കുന്നത്. ഇനി ഈ സെക്ഷൻ എന്തൊക്കെയാണെന്നും കൂടെ നമുക്ക് അറിയേണ്ടേ. പൊതുജന താല്പര്യാർത്ഥം ഭാരത സർക്കാർ ഈ സെക്ഷൻ എന്തൊക്കെയാണെന്ന് അറിയാം. IPC 353 എന്ന് പറയുന്നത് ഔദ്യോഗിക നിർവഹണം തടസ്സപ്പെടുത്തൽ. അതായത് ഒരു ഗവൺമെന്റ് ജീവനക്കാരൻ അല്ലെങ്കിൽ ഒരു സർക്കാർ ജീവനക്കാരന്റെ ഔദ്യോഗികമായിട്ടുള്ള അയാളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തലാണ് IPC 353 എന്ന് പറയുന്നത്. ഇനി IPC 447 എന്ന് പറയുന്നത് ക്രിമിനൽ ട്രസ്പാസ് ആണ്. ഇനി IPC 341 എന്ന് പറയുന്നത് റോങ്ഫുൾ റെസ്ട്രെയിൻ്റ് ആണ്. അതായത് അന്യായമായി ഈ വ്യക്തിയെ തടങ്കലിൽ വെച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ നല്ല കിടിലം ക്രിമിനൽ ഗൂഢാലോചന കുറ്റകൃത്യങ്ങളിലൊക്കെ വരുന്ന ഒരു സാധനമാണ്. ഇനിയുണ്ട് IPC 254, 1860 സെക്ഷൻ 254 എന്ന് പറയുന്നത് തെറി വാക്കുകൾ, പച്ചത്തെറി എന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുകയും അശ്ലീലതയോടുകൂടി സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ IPC 294 എന്ന് പറയുന്നത്. ഇനി IPC 201 എന്ന് പറയുന്നത് വേറൊന്നുമല്ല, തെളിവ് നശിപ്പിക്കൽ. അപ്പോൾ ഇത്രയധികം വകുപ്പുകളാണ് നമ്മുടെ മേയർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ മേയർക്കും സംഘത്തിനുമെതിരെ ചുമത്തിയിരിക്കുന്നത്. അത് നമ്മുടെ കോടതി പറഞ്ഞിട്ട് ചുമത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. ഈ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളിപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ ഇടുകയും അതിന്മേൽ പോലീസിന് അന്വേഷണം നടത്തേണ്ടി വരികയും ചെയ്യുന്നു. ഈ അന്വേഷണം നടത്തേണ്ടി വരുന്ന പോലീസ് ഇത് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം തൊട്ടപ്പുറം നിൽക്കുന്ന മേയറാണ്. മേയർക്ക് ഭരണമുണ്ട്, മേയർക്ക് സ്വാധീനമുണ്ട്, മേയർക്ക് സർക്കാരിൽ പിടിപാടുണ്ട്, സർക്കാർ പിണറായി വിജയനാണ് ആഭ്യന്തരം ഭരിക്കുന്നത്. അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള അട്ടിമറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അട്ടിമറി ഉണ്ടായിക്കഴിഞ്ഞ് പോലീസ് ഇത് അന്വേഷിച്ച് തെളിയിച്ച് എല്ലാം കഴിഞ്ഞ ശേഷം കുറ്റപത്രത്തിൽ പോലീസ് ഇത് എഴുതും. ഈ കുറ്റപത്രമാണ് കോടതിയിൽ കൊടുക്കുന്നത്. ഈ പറഞ്ഞ പരാതിയിൽ ഞങ്ങൾ ഇതൊക്കെ അന്വേഷിച്ച് ഈ പറഞ്ഞ പരാതിയിൽ ഇന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ കള്ളമാണ്, ഇതിനൊന്നും തെളിവില്ല എന്ന് പറഞ്ഞ് പോലീസ് കോടതിയിൽ കുറ്റപത്രം കൊടുക്കണം. അങ്ങനെ കുറ്റപത്രം കൊടുക്കുമ്പോഴാണ് ആ കുറ്റപത്രം വായിച്ച് കോടതി അതിൽ വിധി തീർപ്പാക്കുന്നത്. ഇങ്ങനെയാണ് മുന്നോട്ട് പോകാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ മേയറുടെ ഭാഗത്തു നിന്നും പോലീസ് കൊടുക്കുന്ന കുറ്റപത്രത്തിൽ യദു എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു മോശക്കാരനാണെന്ന് വരാനും, പക്ഷേ മേയർ എന്ന് പറയുന്നത് ഒരു പാവമായ സൽഗുണ സമ്പന്നയായ മാനമര്യാദയായിട്ട് കുടുംബത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് വരാനുള്ള സാധ്യതയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് കാണുന്നത്. ഒന്നുമില്ല, ഒരു കൊച്ചു പ്രവചനം മാത്രമാണ്. ഇത് നടക്കാൻ സാധ്യത 99.9% എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ സച്ചിൻ ദേവ് MLAയും ഭാര്യയായിട്ടുള്ള മേയർ ആര്യ രാജേന്ദ്രനും കൂടെ കാട്ടിക്കുട്ടിയ ഈ വിക്രിയകൾ മാക്സിമം ന്യായീകരിക്കാനാണ് പോലീസ് ആദ്യമേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള പോലീസ് മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാനുള്ളൊരു ശ്രമം നടത്തിയത് എന്നുള്ളത് വേറൊരു. അതിന് കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്തായാലും കേരള പോലീസിന് വേഷ കിട്ടും എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. അപ്പം ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.